ഹലോ, നമ്മളിന്ന് പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീട്ടിൽ കുറച്ചധികം പഴം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു 3 പഴം ബാലൻസായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3 പഴം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ പഴം ആ ഒരു രീതിക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങയാണ് വേണ്ടത്. ഞാനൊരു കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര അധികം ചേർക്കണ്ട, കാരണം പഴം ഓൾറെഡി നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലോട്ടേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെയ്യിൽ കുറച്ച് കാഷ്യൂ കട്ട് ചെയ്ത് കാഷ്യൂ ആയിരിക്കണം, എങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്ന് കാഷ്യൂ കൂടെ വഴറ്റിയിട്ട് ആ തേങ്ങയുടെ ഒപ്പം തന്നെ ചേർത്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇത് നന്നായിട്ട് പഴം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസും ഒരുപാട് സിമ്പിൾ കുക്കിംഗ് വീഡിയോസും എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ചാനൽ. ഇനിയും ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പഴം നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു തേങ്ങ, പഞ്ചസാര, ഏലക്കാപ്പൊടിയുടെ മിക്സ് അതിലോട്ടേക്ക് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് ഇട്ട് ഇളക്കണ്ട, കാരണം ആ ഒരു പഴം ഓൾറെഡി നല്ല സെറ്റായി വന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇളക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി എല്ലാ ഭാഗത്തേക്കും ആ ഒരു തേങ്ങയുടെ മിക്സ് എത്തുന്ന രീതിക്ക് ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാവും. നമുക്ക് ചൂടോടെ കൂടെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ആ ഒരു നെയ്യും തേങ്ങയും എല്ലാം വന്ന ആ ഒരു ടേസ്റ്റും പഞ്ചസാര മെൽട്ടായ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ നല്ല സെറ്റാണ്. വേണമെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ തൂത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്